രാജ്യാന്തര ചലച്ചിത്രമേളയിൽ 19 സിനിമകളാണ് വിലക്കിയത്. ഇസ്രയേൽ പലസ്തീൻ സംഘർഷം അനാവരണം ചെയ്യുന്ന ചിത്രങ്ങൾക്കും കേന്ദ്ര സർക്കാർ നിലപാടുകളെ വിമർശിക്കുന്ന ചിത്രങ്ങൾക്കുമാണ് പ്രദർശനാനുമതി നിഷേധിച്ചത്. അതുമാത്രമല്ല കേട്ടോ, ബീഫ് എന്ന പേര് മാത്രം കണ്ട് ഒരു സ്പാനിഷ് ചിത്രവും വെട്ടിയിട്ടുണ്ട്. അതിന് ബീഫുമായിട്ട് ഇന്ത്യയിലെ സംഭവങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. അപേക്ഷ നൽകാൻ വൈകിയെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. എന്നാൽ വീഴ്ചയില്ലെന്ന് ചലച്ചിത്ര അക്കാദമി വിശദീകരിക്കുന്നുണ്ട്. ചലച്ചിത്രമേളയെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് CPM ആരോപിച്ചിട്ടുണ്ട്. ചലച്ചിത്രമേളയിൽ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് സിനിമാ പ്രവർത്തകരും ആസ്വാദകരും. റോഷിപാലുണ്ട് IFFK വേദിയിൽ നിന്ന് രാവിലെ തന്നെ തത്സമയം. വെരി ഗുഡ് മോർണിംഗ് റോഷി. എന്തൊക്കെയാണ് നടക്കുന്നത് അല്ലേ? ബീഫ് എന്ന പേര് കണ്ടുകൊണ്ട് മാത്രം യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ബീഫ് വിവാദവുമായി ഒരു ബന്ധവുമില്ലാത്തൊരു സ്പാനിഷ് ചിത്രത്തെ വെട്ടിമാറ്റുക, കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്നു എന്നതിൻ്റെ പേരിൽ വെട്ടിമാറ്റുക, ഇത് ഹാലിളകിയതുപോലെയാണ് നമ്മുടെ പ്രക്ഷേപണ മന്ത്രാലയം ഇപ്പോൾ പ്രവർത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഫിലിം ഫെസ്റ്റിവൽ പോലെ നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനമായ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാംസ്കാരിക കൂട്ടായ്മയെ തകർക്കുന്ന പരിപാടിയാണ്. 8-ലധികം സിനിമകൾ ഇന്ന് സ്ക്രീൻ ചെയ്യാൻ പറ്റില്ല എന്നറിയുന്നു. ഇന്ന് IFFK വേദിയിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമോ ഈ കടുംവെട്ടിൽ? അരുൺകുമാർ, IFFK കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം IFFKയിൽ ഏറ്റവും കൂടുതൽ ജനപ്രതി അല്ലെങ്കിൽ കാഴ്ചക്കാർ എത്താൻ സാധ്യതയുള്ള 19 സിനിമകൾക്കാണ് പ്രദർശനാനുമതി കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം നിഷേധിച്ചത്. അവസാന ഘട്ടമാണ് ഇങ്ങനെ ഒരു അറിയിപ്പ് വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 100 വർഷമെങ്കിലും പഴക്കമുള്ള നിശബ്ദ ചിത്രം ആയ ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകിൻ പ്രദർശനാനുമതി നിഷേധിച്ചത്. റഷ്യൻ വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച സിനിമയാണ്. ലോകമെമ്പാടും ഏറ്റവും ചർച്ചയായ സിനിമ കൂടിയാണ്. ആ ചിത്രത്തിന് എന്തുകൊണ്ടാണ് അനുമതി നിഷേധിച്ചത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമില്ല എന്നതാണ്. മറ്റൊന്ന്, നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ പലസ്തീനുമായി ബന്ധപ്പെട്ട 3 ചിത്രങ്ങൾക്ക് അനുമതി നൽകിയിട്ടില്ല. അതിനൊപ്പമാണ് ബീഫ് എന്ന ഒറ്റ പേരുള്ളത് കൊണ്ട് സ്പാനിഷ് ചിത്രത്തിന് അനുമതി നിഷേധിച്ചത്. ഇന്ന് സ്ക്രീനിങ്ങിനെത്തേണ്ട 4 സിനിമകൾ ഉണ്ടാകില്ല. അങ്ങനെ അപ്രതീക്ഷിതമായാണ് ഇതൊക്കെ. ഒടുവിൽ വന്ന ഒരു അനുമതി നിഷേധമായതുകൊണ്ട് അതിന് മറ്റൊരു സംവിധാനം ഏർപ്പെടുത്താൻ, സമാന്തര സംവിധാനം ഏർപ്പെടുത്താൻ അക്കാദമിക്ക് കഴിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് അത് ചലച്ചിത്രമേളയുടെ കൃത്യമായ നടത്തിപ്പിനെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സമാനമായി തന്നെയാണ് പശ്ചിമ ബംഗാളിലും ചലച്ചിത്രമേളയുടെ ഘട്ടത്തിൽ ഇതുപോലെ പല ചിത്രങ്ങൾക്കും അനുമതി നിഷേധിച്ചിരുന്നു. ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി കടുത്ത നിലപാട് സ്വീകരിച്ച് വാർത്താ വിതരണ മന്ത്രാലയം അനുമതി നിഷേധിച്ച ചിത്രങ്ങളൊപ്പം അവിടെ മേളയിൽ പ്രദർശിപ്പിച്ചിരുന്നു. ആ ഒരു നിലപാടിലേക്ക് സംസ്ഥാന സർക്കാരും എത്തണമെന്ന ആവശ്യം ചലച്ചിത്ര പ്രേമികൾ ഉയർത്തുന്നു. ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ ഇത്തരമൊരു നിലപാടിനെതിരെ കടുത്ത പ്രതിഷേധം ഇന്നും ഉയരും. ഇന്നലെ വൈകിട്ട് രാത്രിയൊക്കെ സിനിമാ പ്രവർത്തകരും മറ്റ് യുവജന സംഘടനകളൊക്കെ ഈ മേളയിൽ ടാഗോർ ഹാളിന്റെ പരിസരത്ത് വലിയ പ്രതിഷേധം ഉയർത്തിയതാണ്. കാരണം എന്താണ് ഈ തരത്തിൽ ഇങ്ങനെ നിരോധനം ഏർപ്പെടുത്തേണ്ട സാഹചര്യം എന്ന ചോദ്യമാണുള്ളത്. കാരണം സിനിമകൾക്ക് അങ്ങനെ ഒരു കലാമൂല്യമുള്ള സിനിമകൾക്ക് ഈ തരത്തിൽ പ്രദർശനാനുമതി നിഷേധിക്കുന്ന പതിവില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ 100 വർഷം പഴക്കമുള്ള നിശബ്ദ ചിത്രത്തെ പോലും നിഷേധിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായി ഏതെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ ആ ചിത്രം പ്രദർശിപ്പിക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുന്നു എന്ന വിമർശനമാണ് ചലച്ചിത്ര പ്രേമികൾ ഉയർത്തുന്നത്. ഏതായാലും ഇനി ഈ സിനിമകൾ പൂർണ്ണമായും ഇതിന് പ്രദർശനാനുമതി അല്ലെങ്കിൽ ഇത് മറികടക്കാൻ സർക്കാർ ഏതെങ്കിലും നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ പൊതുവെടുത്ത് ഈ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന നിലപാടടക്കം സിനിമാ പ്രവർത്തകർ ആലോചിക്കുന്നുണ്ട്. ഏതായാലും ഇതിന്റെ സംഘാടകർ, ഇതിന്റെ അണിയറ പ്രവർത്തകർ, ഈ ചിത്രത്തിനൊക്കെ 19 സിനിമകളാണ്. ആ സിനിമകളുടെ അണിയറ പ്രവർത്തകർ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നു. അവരൊക്കെ അവസാന നിമിഷം ഇന്നലെയാണ് ഈ കാര്യം അറിയുന്നതും. അവരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇന്ന് പകൽ വലിയ പ്രതിഷേധത്തിന് IFFK വേദി അതിൻ്റെ സാക്ഷിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ അത്രയും ഒരു ചലച്ചിത്ര വിരുദ്ധമായ നിലപാട് സർക്കാർ സ്വീകരിച്ചു എന്ന ഒരു പ്രതിഷേധവും ഒരു നിലപാടുമാണ് ചലച്ചിത്ര പ്രേമികളുടെ ഭാഗത്ത് വരുന്നത്. ഓക്കെ, എന്തായാലും ഈ സെൻസറിങ് എക്സംഷൻ നൽകാത്തത് വലിയ വിവാദമായി മാറുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കറിയുമോ ഈ ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകിൻ എന്ന് പറയുന്നത് ചലച്ചിത്ര പഠിതാക്കൾ എത്രയോ കാലമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് നിശബ്ദ ചിത്രമാണ്. റഷ്യൻ വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ സെർഗി ഐസൻസ്റ്റീൻ ഒരുക്കിയ വളരെ മഹത്തായ ക്ലാസിക് സിനിമയാണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകിൻ. ആ സിനിമ ഈ ചലച്ചിത്ര പ്രേമികൾ കാണണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഫിലിം ഫെസ്റ്റിവൽ കാണാൻ പോയിട്ട് എന്ത് കാര്യം? ഈ ഫിലിം ഫെസ്റ്റിവലിൽ പിന്നെ എന്താണ് ബാക്കി ഉണ്ടാവുക? അതേപോലെ പലസ്തീൻ്റെ ഐക്യദാർഢ്യമുള്ള 3 ചിത്രങ്ങളാണ് വെട്ടുന്നത്. പലസ്തീൻ്റെ സിനിമ എടുത്താൽ അത് ലോകത്തോട് സംസാരിക്കുന്ന സിനിമയല്ലേ? ആ സിനിമ എടുത്താൽ ഇവിടെ എന്താ പ്രശ്നം?
ഇതെനിക്ക് മനസ്സിലാവുന്നില്ല. കൊൽക്കത്തയിൽ ഇതേപോലെ ഫിലിം ഫെസ്റ്റിവലിൽ ഇതേപോലെ കടുവെട്ട് വരുന്ന സമയത്ത് മമതാ ബാനർജി ഒരു തീരുമാനം എടുത്തു കേട്ടോ. മമതാ ബാനർജി ആ തീരുമാനം എടുത്തിട്ട് എന്ത് തീരുമാനിച്ചു? നമുക്ക് അത് കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വലിയ വിലക്ക് വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ സർക്കാർ തന്നെ തയ്യാറാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. വലിയ പ്രതിഷേധമുണ്ടാവും. IFFKയിൽ എത്തുന്നവരെ തന്നെ വലിയ പ്രതിഷേധിക്കാൻ കരുത്തുള്ളവർ തന്നെയാണ്. നമ്മുടെ സാംസ്കാരിക കേരളത്തിലെ ഒരു മഹത്തായ ചലച്ചിത്ര ഉത്സവത്തെ ഇങ്ങനെ നശിപ്പിക്കാൻ പാടില്ല. 19 സിനിമ വെട്ടിക്കളഞ്ഞിരിക്കുകയാണ് സെൻസറിങ്ങിന്റെ പേരിൽ. എന്തിന്റെ പേരിൽ? അതും ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിനൊക്കെ വെച്ചിട്ട്. ഇങ്ങനെ പോയാൽ ഇനി ഈ നാട്ടിൽ സിനിമയെ ഉണ്ടാവാതിരിക്കുമല്ലോ. കണ്ണ് കെട്ടി കണ്ടുള്ളൂ എന്ന് പറയുകയാണ് ഈ സെൻസർ ബോർഡ്. വല്ലാത്ത ചീത്തായിപ്പോയി. ഇന്നലെ ബ്രസീൽ പൂക്കുട്ടി ഈ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഇളവ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ ഇളവൊന്നും വരാൻ സാധ്യതയില്ല. ജാനകി എന്ന പേരിട്ടതിന് സിനിമയെ വെട്ടാൻ പറഞ്ഞ സെൻസർ ബോർഡാണ് നമ്മുടെ നാട്ടിലിരിക്കുന്നത്. എന്തായാലും അത് വല്ലാത്ത ചീത്തായിപ്പോയി. ഒന്നും രണ്ടുമല്ല, ഇത് ശക്തമായ പ്രതിഷേധിക്കേണ്ട വിഷയം തന്നെയാണ്. IFFK വേദിയിൽ ഇന്ന് പ്രതിഷേധം ഉയരുന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? വന്നുവന്നിനി മഹാത്മാഗാന്ധി എന്ന പേരിട്ടാൽ പോലും ആ സിനിമ വരാൻ പറ്റാതാവും. തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ഗാന്ധിയെ വെട്ടി, സിനിമയിൽ നിന്ന് ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിനും പലസ്തീനും ബീഫും എന്ന സിനിമയൊക്കെ എടുത്തു കളയുന്നു. സാറേ, ബീഫിന് ഇവിടുത്തെ ബീഫുമായിട്ട് ഒരു ബന്ധവുമില്ല. അത് സ്പാനിഷ് സിനിമയാണ്. ആ സിനിമയുടെ പേരിൽ ബീഫ് എന്ന പേര് കണ്ട ഉടനെ വെട്ടിക്കളഞ്ഞിരിക്കുന്നു. ചില ഉദ്യോഗസ്ഥന്മാരാണ് ഈ പരിപാടി ചെയ്യുന്നത്. ഒട്ടും ആസ്വാദന നിലവാരമില്ലാത്ത രസംഗുല്ലികളായ ഉദ്യോഗസ്ഥന്മാർ. അവർ ഈ കേന്ദ്ര ഭരണാധികാരികളുടെ തിട്ടൂരമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ശക്തമായ പ്രതിഷേധം ഉയർന്നു വരിക തന്നെ വേണം.